ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ വണക്കം. ചേട്ടൻ ഇവിടെ ഉണ്ട്. ഞാനുണ്ട്. ഞാൻ ഇരുണ്ടിരിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നതാണോ അതോ കണ്ണാടി കുറച്ച് ചെറിയൊരു ഇരുൾച്ചയുണ്ട്. എന്നാലും കണ്ണാടിയുടെ കൂടെ കൊണ്ട് ബാക്കിയും കൂടെ ഇരുൾച്ച. ഇതല്ല ചേട്ടാ ഇരുൾച്ച, ഇതാണ് ഇരുൾച്ച. അതെ, മൊത്തത്തിൽ മഴയും കോളും ആയിട്ട് ഉള്ള സമയത്ത് നമ്മൾ എറണാകുളത്ത് യാത്ര. കാതൽ മഴയെ പൊഴിയുതേ, നിലവുകൾ പൊങ്ങുതേ, നെഞ്ചും നിമിഷമു വാഴ്ന്നിട, ജ്ഞാപകമേ മിതന്നിട. സംഭവം എനിക്കൊരു ഷൂട്ടുണ്ട്, പിന്നെ ചേട്ടന് കുറച്ച് ഞാൻ എന്റെ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടിയിരുന്ന ട്രിപ്പില് രണ്ടുപേരുടെ കയറി ഒട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം സീക്കുട്ടിക്ക് സ്കൂള് തുറക്കാറായില്ലെങ്കിൽ. സീക്കുട്ടിക്ക് സ്കൂള് തുറക്കാൻ ജൂൺ 15 കഴിഞ്ഞ് സ്കൂള് തുറക്കത്തുള്ളൂ. അതുകൊണ്ട് അശാട്ടി ഉണ്ട്, ഈ ബാക്കിൽ കിടന്നുറങ്ങുന്നുണ്ട്. മഴ പൊഴിയുതേ, നിലവുകൾ പൊങ്ങുതേ, നെഞ്ചും നിമിഷമും വാഴ്ന്നിട, ജ്ഞാപകമേ നികന്നിട. അപ്പൊ എന്തായാലും അതുകൊണ്ട് നമ്മളൊരു ട്രിപ്പല്ല ചേട്ടനെ ഒഫീഷ്യൽ പോകുന്നു. ഒട്ടി, പക്ഷെ നമുക്ക് അങ്ങനെ വന്നുകൂടായിക എന്നൊന്നും ഇല്ലല്ലോ. നിങ്ങക്ക് പോകുന്നതിന്റെ കൂട്ടത്തില് നമ്മള് വരുന്നതിൽ വിഷയമൊന്നുമുള്ള കാര്യങ്ങളല്ല. എനിക്കൊരു വിഷയമില്ലേ? അത് വിഷയം ഉണ്ടെന്ന് അങ്ങനെ പറയേ, അപ്പോഴറിയാം. അപ്പൊ എന്തായാലും ഇന്നിപ്പോ കൊച്ചിയിലെത്തുമ്പോഴേ നമ്മുടെ അനു ഉണ്ടാകും കൊച്ചിയിൽ. അവൻ ഇന്നലെ അവന്റെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഗോളം ഇറങ്ങുന്നുണ്ട്. ജൂൺ 7-ാം തീയതിയാണ്. എല്ലാവരും കാണണം. നമ്മുടെ അനു അതിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അനുവിന്റെ സിനിമ ഇറങ്ങാൻ വേണ്ടിട്ട് നമ്മളും വെയിറ്റിംഗ് ആണ്. അപ്പൊ അനു ഇന്ന് അങ്ങനെ അവിടെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. എന്നിട്ട് നാളെ അനുവും ലെനിക്കും കൂടെ അവിടെ മലപ്പുറത്ത് അവരെ കൂടെ കൊണ്ടുപോകുന്നു അതിന്റെ ഷൂട്ടിന്റെ ആവശ്യത്തിന്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞാൻ യാത്ര തിരിക്കും. നമ്മളെ യാത്ര നിങ്ങളെ രണ്ടുപേരും കൂടെ തിരിച്ച്, നിങ്ങളെ 3 പേരും കൂടെ തിരിച്ച് ഇങ്ങോട്ട് വിചാരിച്ച്. അതാണല്ലോ ചേട്ടൊരു സന്തോഷം. അതെ. എന്തായാലും മഴയാണ്, നല്ല മഴ. മഴയത്ത് നമ്മുടെ ഒരു കൊച്ചി യാത്ര, അതാണ് നമ്മൾ ഈ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഇനിയുള്ള വിഷ്വൽസ് കാണാം. സംഭവം നമ്മള് ജിമ്മിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിമ്മിക്കുട്ടൻ ആയതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ ഇറങ്ങി കയറി പോയാലും നമുക്ക് സുഖമായിട്ട് അങ്ങ് പോവാം. ഒരുപാട് അത് ആക്ച്വലി ഒരു വലിയ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ജിമ്മിയിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഇച്ചിരി മഴയോ മണ്ണോ ഇതൊക്കെ ചെളിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സംഭവം ഒരുപാടല്ല, കുറച്ച് ഡ്രോബാക്സ്. മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് മൈലേജ് ആണ്. ഇപ്പൊ മൈലേജ് നമ്മൾ ആ ടയർ മാറിയതിന് ശേഷം ഇതിന് മൈലേജ് നല്ല കുറഞ്ഞിട്ടുണ്ട്. അതായത് 10-10.5 കിട്ടുന്നുള്ളൂ ഇപ്പൊ മൈലേജ്. അല്ലാതെ സ്റ്റോക്ക് ടയർ കിടന്ന സമയത്ത് 13-13.5 നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഏകദേശം 3 കിലോമീറ്റർ മൈലേജ് അങ്ങ് കുറഞ്ഞ് ഞാൻ ടയർ മാറിയതിന് ശേഷം. അതൊരു ആവേശം കൂടിപ്പോയതാണ്. അതെ, അത് നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മളത് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതിന് വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ടേണിംഗ് റേഡിയസ് ആണ്. എവിടെയെങ്കിലും വളച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഒറ്റ ഇതിന് വരത്തില്ല. പിന്നെ ഒന്നും കൂടെ റിവേഴ്സ് എടുത്ത് ഒന്നും കൂടെ എടുക്കേണ്ടി വരും. സ്റ്റിയറിംഗിന്റെ ആ ഒരു സ്റ്റിഫ്നെസ്സും കൂടി ഉള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അങ്ങനെ വളച്ചെടുക്കുമ്പോ. പിന്നെ മൊത്തത്തില് പക്ഷെ അല്ലാണ്ട് വണ്ടി നല്ലതല്ലേ എന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് ട്രാഫിക് ബ്ലോക്കുകളിൽ ചെറിയ വണ്ടി ആയതുകൊണ്ട് സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി പോവാനും ഇതിന്റെ നമുക്കൊരു യൂസർ റിവ്യൂ എന്തായാലും ഇടണം. അതെ അത് എല്ലാരും പറയുന്നു. ചിലർ പറയുന്നുണ്ടായിരുന്നു പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കും അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉപയോഗിച്ച് നമ്മളതിന്റെ നെഗറ്റീവ്സ് പറയുന്നുണ്ടല്ലോ. റോഡൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ക്യാമറ കൂടെ നോക്കുമ്പോഴത്തേ എല്ലാം കാണാം. നല്ല ക്യാമറ നോക്കി അങ്ങ് ഓടിക്കാം. കണ്ടു നോക്കിയേ, നല്ല മഴ. എല്ലാരും ചോദിക്കുമായിരിക്കും ഈ ഒരു സമയത്ത് എറണാകുളത്തോട്ട് പോവേണ്ട കാര്യം എന്തോ ആയിരുന്നല്ലേ. എനിക്ക് അവിടെ 1-2 മീറ്റിങ്ങുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന ഷൂട്ടുണ്ട്. അങ്ങനെ പക്ഷെ അങ്ങനെ മീറ്റിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ഈ സമയത്ത് ഇങ്ങനെ ഒരിത് പിരിക്കത്തില്ലായിരുന്നു. നല്ല മഴ. അയ്യോ, അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയേക്കി?
നമ്മൾ അരൂരെത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും വേറൊരു സ്ഥലം മഴ ഒരാള് ഉണർന്നിട്ടുണ്ട്. ചക്രേ ഒന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്താണ് എല്ലാവർക്കും. പറഞ്ഞ ഇന്നലെ രാത്രി അക്കി അടിച്ചിളക്കി അല്ലേ? അയ്യോ അത്ര കിളവിയിരിക്കുവായിരുന്നു, അത്ര കിളവിയിരുന്ന പല്ല സീക്കുട്ടിയുടെ പോയി. ഹെൽപ്പ് ചെയ്തു സീക്കുട്ടി ഹെൽപ്പ് അതിന്റെ അടി ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് കൊച്ചിയിലെത്തി. പക്ഷെ കൊച്ചിയിലെത്തിയപ്പോഴത്തേക്കാണ് തമാശ. കൊച്ചിയിൽ മഴയില്ല. കൊച്ചിയിൽ ഭയങ്കര മഴയും കഴിഞ്ഞ് ആലപ്പുഴ തൊട്ട് ചേർത്തല ബൈപ്പാസിൽ തുടങ്ങിയെടുത്തും ഉണ്ടായിരുന്നു. ചേർത്തല ബൈപ്പാസ് പകുതി വരെ നല്ല മഴ നല്ല പെരുമഴ. അത് കഴിഞ്ഞ് എന്തായാലും കൊച്ചിയിലെത്തിയപ്പോഴത്തേക്ക് മഴയില്ല. അങ്ങനെ ഇനിയിപ്പോ നമ്മൾ എന്തായാലും എവിടെയെങ്കിലും കയറി കഴിക്കാം അല്ലേ? അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കൊച്ചിയിലെ മഴ കണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ, വന്ന വഴിക്ക് അതില്ലായിരുന്നു, ഇങ്ങ് വന്നപ്പോ മഴ പെയ്തു തുടങ്ങി. എന്തായാലും ഞങ്ങളിപ്പോ എത്തിയത് ചേട്ടന്റെ വീട്ടിലാണ്. ചേട്ടന്റെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ബാൽക്കണി. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് റോഡൊക്കെ കാണാം. ഒരു വിഷ്വലും കൂടെ കാണിക്കാനുണ്ട്, അത് കാണിക്കാം. എല്ലാവരുടെയും വീട്ടിലെ പോലെ തന്നെ ഇവിടെയും തുണി ഉണക്കാനാണ് അവര് ത്രെഡ്മില്ല് ഉപയോഗിക്കുന്നത്. ചേച്ചിയും ചേട്ടനും കണ്ട ഇപ്പൊ ഇറക്കി വിടും. സീക്കുട്ടി ഓൾറെഡി ചേട്ടന്റെ അടുത്ത് അവരെ കലാപരിപാടികളുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവര് വേറൊരു ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. കണ്ണാടിക്കാട്, കൊച്ചിയിൽ കണ്ണാടിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. മറ്റേ റോയൽ ഡ്രൈവിന്റെ ഷോറൂമാണ് ഈ കാണുന്നത്. അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇവരുടെ അപ്പാർട്ട്മെന്റ്. അപ്പൊ ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചണൂടെ കാണിച്ചു തരാം. കിച്ചണിലെ വർക്ക് ഏരിയ നമ്മൾ കാണിക്കുന്നത്. വർക്ക് ഏരിയയിലെ വ്യൂ ആണിത്. ഭയങ്കര അടിപൊളി വ്യൂ. ഇത്രയും വ്യൂ ഒരു ലക്ഷറി ഹോട്ടലിൽ പോലും കാണാൻ പറ്റില്ല. പക്ഷെ ആ സെറ്റപ്പ് വ്യൂ ആണ്. ഈ ബിൽഡിങ്ങിന് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മൾ എപ്പോഴും വന്നാലും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നമ്മൾ ചായ കുടിക്കും അല്ലേ? എന്താടി നീ ഇവിടെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ്ട് ഈ കാണുന്നതാണ്. ഇവർക്ക് പ്രൈവറ്റ് പൂളുണ്ട്. ലെന ഇവരുടെ പ്രൈവറ്റ് പൂള്. ഇവരുടെ പ്രൈവറ്റ് പൂളൂടെ കാണിക്കാം. അങ്ങനെ ഇവർക്കൊരു പ്രൈവറ്റ് പൂളുണ്ട്. പൂളില് മിക്കപ്പോഴും അരയന്നങ്ങളും താറാക്കളും ഒക്കെയാണ്. അരയന്നല്ല, താറാവ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ പ്രൈവറ്റ് പൂളൊക്കെ ഉള്ള വ്യക്തികളാണ് ഇവര്. ഭയങ്കര പൂൾ വ്യൂ ആണെന്ന് ഇവരെ അപ്പാർട്ട്മെന്റ്. സംഭവം തൊട്ടടുത്ത പേരിടത്തിലെ ഒരു കുളമാണിത്. കുളത്തിൽ കംപ്ലീറ്റ് വേസ്റ്റ് ഒക്കെയാണ്, എന്നാലും ഒരു വൈബ് ഉണ്ട് ഇന്ന് കാണുമ്പോൾ അല്ലേ? അതെ, ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ എന്തായാലും കിച്ചണിൽ നിന്ന് നൈസിന് നമ്മളത് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഇരുന്ന് കഴിഞ്ഞു. ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഓർത്ത വ്ളോഗിൽ കാണിച്ചേക്കാണ്. കാര്യം എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നു. കഴിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ് നാട്ടുകാർ അറിയട്ടെ. അതെ അതെ, നേരത്തെ നമ്മൾ നൈസായിട്ട് ട്രോൾ അതെ. ത്രെഡ്മില്ലിന്റെ പ്രതികാരം ഇതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സീക്കുട്ടിയുടെ കാര്യത്തിൽ നമുക്കൊരു വേവലാതിയില്ലെന്ന് ബൈക്ക് നോക്കിക്കോളും. ബൈക്ക് അങ്ങനെ വാഷിംഗ് മെഷീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. കാര്യം നമ്മുടെ ഒരു ഗീവ് അവേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. ഇതിൽ വാഷിംഗ് മെഷീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, കമന്റ് ഇട്ടാല് ഇത് കിട്ടുമെന്ന്. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ല. ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും വാഷിംഗ് മെഷീൻ അത് എത്രയും പെട്ടെന്ന് പോയി ഇട്ടാൽ നല്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഈ ഒരു സാധനം ഇവിടെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കുന്ന ഐറ്റമാണ്. ഈ ഒരു സാധനം എന്താണ് ഇതിനെന്താണ് പറയുന്നത്? എരിശ്ശേരി അല്ലേ? പയർ എരിശ്ശേരി. അടിപൊളി ഐറ്റമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് വരുന്നത് തന്നെ. ഇതാണ് എരിശ്ശേരി. തോരൻ, അടുത്ത തോരൻ, മീൻ വറുത്തത്, ചമ്മന്തി, പുളിശ്ശേരി, ലസിയ, ഒരു സീക്കുട്ടി. അതെ ഒരാളും കൂടെ.
അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മുടെ സംഭവ ബഹുലമായ കൊച്ചി യാത്ര. സംഭവ ബഹുലം ഞങ്ങൾക്കാണ്, നിങ്ങൾക്കല്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഒരു സംഭവ ബഹുലം. മഴയുണ്ട് ശരിക്കും, ക്യാമറ എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും അത് പ്രത്യേകിച്ച് വണ്ടിയിൽ വരുന്ന വഴിക്ക് തന്നെ. ഇവിടെ ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല മഴയും വൈബുമായിട്ട് നിൽക്കുകയാണ്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.